ಇದೀಗ ನಮ್ಮ ಮುಂದೆ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನೆಯನ್ನು ಗೈಯಲಿಕ್ಕಿದ್ದಾರೆ ಬಹುಮಾನ್ಯರಾದಂತಹ ಉಡುಪಿ ಜಿಲ್ಲಾ ಸಂಯುಕ್ತ ಕಾಜಿ ಬೇಕಲ್ ಉಸ್ತಾದರು. ಇವರನ್ನು ಕೂಡ ನಾನು ಆದರಪೂರ್ವಕವಾಗಿ ಆಹ್ವಾನಿಸುತ್ತಿದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ವಲ್ ಆಕಿಬತು ಲಿಲ್ ಮುತ್ತಖೀನ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಸಯ್ಯಿದಿನಾ ಮುಹಮ್ಮದಿನ್ ವಅಲಾ ಆಲಿಹಿ ವಅಸ್ಹಾಬಿಹಿ ಅಜ್ಮഈನ್. ಅಮ್ಮಾ ಬಅದು. ಅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം. വനഹ്നു അലാ ദാലിക മിനശ് ശാഹിദീന അശ്ശാകിരീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ നിന്ന് സംസാരിക്കാം എന്ന് ഇവിടെ മലയാളം അറിയുന്ന ആളല്ല, കന്നഡക്കാരുണ്ട്, മലയാളം അറിയുന്ന ആൾ. ഞാൻ വേണ്ടിയിൽ പറഞ്ഞോളൂ. പിന്നെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഇരുന്ന് സംസാരിക്കാൻ സൗകര്യപ്പെടുത്തി. എന്തുകൊണ്ട്? എൻ്റെ കാലുവേദന കുറേ ആൾക്കൊക്കെ അറിയും, അതുകൊണ്ട് ഇരുന്നാൽ മതിയെന്ന്. കാവൽക്കട്ട മുഹമ്മദ് ഫാസിൽ റിസ്വി എല്ലാവർക്കും അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം നല്ല ഒരേർപ്പാട് ആലോചിച്ചിട്ടുണ്ട്, അതിന് തുടക്കം കുറിച്ചിട്ടും ഉണ്ട്. എന്താ, പാവങ്ങളായ കുറേ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാം. ഒന്ന്. രണ്ടാമത്, ഒരു ശരീഅത്ത് കോളേജ് തുടങ്ങുന്നു. അതോടുകൂടെ ഇന്ന് ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ കുറേ കാര്യങ്ങളും പഠിപ്പിക്കും, ഭൗതികം പഠിപ്പിക്കും. ഇത് സാദപ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടു. ഞാനും കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക നല്ല വിഷയമാണ്. പിന്നെ ഒന്ന്, ശരീഅത്ത് കോളേജ് എന്താ പറഞ്ഞു, ശരീഅത്ത് എന്താ, ദീനുൽ ഇസ്ലാം പഠിക്കുക. ഇത് വളരെ സന്തോഷിപ്പിക്കുന്ന കാര്യം. ഉലമാക്കൾ നേതൃത്വം നൽകുന്ന വിഷയം അതെന്താവണം, ദീനുൽ ഇസ്ലാമിന് വലിയ സ്ഥാനം കൊടുക്കുന്നത് ആയിരിക്കണം. ഭൗതികത്തെ സംബന്ധിച്ച് മാത്രം പറഞ്ഞ് ധാർമ്മികത്തെ മറന്നു പോവുക എന്നുള്ളത് അത് ഉലമാക്കൾ ചെയ്യുന്ന പരിപാടിയിൽ ഒട്ടും അത് യോജിച്ചത് അല്ല. ദീന് വേണം, ദീന് പഠിക്കണം. ദീന് പഠിച്ച് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണം. പാവങ്ങൾക്ക് കുറേ സഹായം കിട്ടണം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പാവങ്ങളല്ലാത്തവർക്കും കിട്ടണം. പാവങ്ങൾക്ക് മാത്രമല്ല, പാവങ്ങളല്ലാത്തവരെയും സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സഹാബാക്കളും ഒരു യാത്ര ചെയ്തു. അന്നത്തെ യാത്ര ഇന്നത്തതുപോലെ കാറിലോ ബസ്സിലോ ഫ്ലൈറ്റിലോ ഒന്നുമല്ലല്ലോ. കുറേ ആൾ നടക്കും, കുറേ ആൾ ഒട്ടകപ്പുറത്ത് ഉണ്ടാവും. അങ്ങനെ കുറേ ആളുകൾ കൂട്ടം കൂടി യാത്ര ചെയ്യലാണ്. രാത്രി സമയത്ത് വിശ്രമത്തിന്, റെസ്റ്റിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങി. അങ്ങനെ ഭക്ഷണം കഴിക്കാനോ നിസ്കരിക്കാനോ എന്തെല്ലാം ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ കിടന്ന് കഴിയുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിയിട്ടേയില്ല.
എല്ലാവരും കിടന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കിടന്ന ആളുകളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടത് അവരെ ഇടയിലൂടെ നടന്നു. ഒരു നേതാവിൻ്റെ ഉത്തരവാദിത്തമാണ്, ജവാബ്ദാരിയാണത്. എല്ലാവരും ഉണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ഒരാളെ കാണുന്നില്ല. അങ്ങനെ ചുറ്റുഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയില്ല. ഉറങ്ങാൻ കിടന്ന് സഹാബാക്കളിൽ നിന്ന് ചിലരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കാണാനില്ല, അയാൾ എവിടെ പോയി എന്നറിയിപ്പം അന്വേഷിക്കണം, എൻ്റെ കൂടെ വരൂ, നമ്മൾ പോയിട്ട് നോക്കാം എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ കുറച്ച് ആളുകൾ പോയി. അങ്ങനെ കുറേ നടന്ന് ചുറ്റി നോക്കുമ്പോഴേക്ക് അയാളുണ്ട് ഒരു സ്ഥലത്ത്, ഒരു കുഴിയുള്ള ഒരു സ്ഥലം. നമ്മൾ കല്ല് കൊത്തിയാൽ കുഴിയാവുന്ന സ്ഥലം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സ്ഥലത്ത് അയാൾ പാതിരാ സമയത്ത് നിസ്കരിക്കുന്നു. സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു, ആളുകളുടെ കൂട്ടത്തെ വിട്ടും കൊണ്ട് നീ ഇവിടെ തനിച്ച് നിസ്കാരം ഇങ്ങനെ തുടങ്ങാൻ കാരണമെന്ത്? അപ്പം അയാൾ പറഞ്ഞു, ഞാൻ എത്രയോ കാലമായി ഇങ്ങനെയുള്ള ഒരു ചാൻസ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരും അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് അള്ളാഹുവിന് കുറെ ഇബാദത്തെടുക്കണം, നിസ്കരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കുറെ കാലങ്ങളായി. എനിക്കതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. രാത്രിയുള്ള നിസ്കാരം അത് വലിയ ബഹുമാനമുള്ളതാണ്. മിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, രാത്രി എണീറ്റ് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം എന്ന്. അങ്ങനെ ഇയാൾ തഹജ്ജുദ് നിസ്കരിക്കാമെന്നാണ്, രാത്രി ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. അയാളുടെ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ അല്ലാഹു നബി പറഞ്ഞു, നീ ചെയ്തത് ശരിയല്ല. ആളുകളുടെ കൂട്ടത്തെ വിട്ടും കൊണ്ട് നീ തനിച്ച് ഇങ്ങനെ നിസ്കരിക്കാൻ പോയത് ശരിയല്ല. എന്താ, നമ്മൾ യാത്രയിലാണുള്ളത്, സഫറിലാണുള്ളത്. സഫറിലുള്ള ആളുകളിൽ പല തരക്കാരും ഉണ്ടാവും. വല്ലാതെ ക്ഷീണം പിടിച്ചവരുണ്ടാവും, രോഗികളുണ്ടാവും, വേണം പോലെ വെള്ളം കുടിക്കാൻ കിട്ടാത്തവരുണ്ടാകും. ചിലപ്പോൾ രാത്രി ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്ന് ഈ വിഷമമുള്ള ആളുകൾക്ക് അവരുടെ ബുദ്ധിമുട്ട് അധികമായി, അവർക്ക് കുടിക്കാൻ വെള്ളം വേണ്ടി വന്നു, പോയിട്ട് അവർക്ക് സ്വന്തം പോയി കുടിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആർക്ക് മൂത്രിക്കേണ്ടി വന്നു, തനിച്ച് പോകാൻ സാധ്യമല്ല. നീ അവിടെ ഉറക്കൊഴിഞ്ഞ് ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ അവിടെ ഇരുന്നിട്ട് ആരെങ്കിലും സഹായം ആവശ്യമുള്ളവരെ നീ സഹായിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഈ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് കിട്ടുന്ന ഈ കൂലിയേക്കാൾ അധികം കിട്ടുമായിരുന്നു. നീ ഇവിടെ നിൽക്കരുത്, വാ, ഞങ്ങളെ കൂടെ വാ എന്ന് അല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ കൂട്ടിയിട്ട് വന്നു. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ഒരു ബഹുമാനം അത് എത്രത്തോളമാണ് എന്ന്. തഹജ്ജുദ് നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്കെന്താ, നിന്റെ കൂടെയുള്ളത് ഇരിക്കുന്ന ആളുകളെ നീ സഹായിക്കൽ. അത് പാവപ്പെട്ടവരോ പണക്കാരോ ആരോഗ്യമുള്ളവരോ ഇല്ലാത്തവരോ എന്നുള്ള ആ കണക്കില്ല. അത് പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ ആകുമ്പോൾ അതിനുള്ള പ്രതിഫലം പിന്നെയും പറയാനില്ല. അപ്പം മറ്റുള്ളവരെ സഹായിക്കുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, ഇൽമ് മറ്റുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. പ്രധാനമായി ശറയ്യ ഇൽമ് ശരീഅത്ത് കോളേജ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഭൗതികമായ അറിവും അത്യാവശ്യം പഠിപ്പിച്ചു കൊടുക്കുക. ഇത് വലിയ സഹായമാണ്. ഈ സഹായം അള്ളാഹു സ്വീകരിക്കുന്ന അമലാവും എപ്പോൾ
ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, മനസ്സ് ശുദ്ധിയുണ്ടെങ്കിൽ, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുറെ ആള് വന്ന് പറഞ്ഞു, ഞാൻ ഇത്ര ഒട്ടകം അറുത്തു കൊടുത്തു, പിന്നെ ഇത്ര പശുവിന് അറുത്തു കൊടുത്തു, ഇത്ര പോത്തിനെ അറുത്തു കൊടുത്തു, ആടിത്ര അറുത്തു കൊടുത്തു. ഓരോരുത്തരതിന് എണ്ണം പറയാൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഇറക്കി കൊടുക്കുന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. ആട് കുറേ അറുത്ത്, ഇറച്ചി കുറേ ദാനം ചെയ്തു, രക്തം കുറേ ഒലിപ്പിച്ചു. ആ പോലെ ഒട്ടകത്തെയും പശുക്കളെയും പോത്തിനെയും എല്ലാം അറുത്ത് ധാരാളം ഇവിടെ മാംസം ധാരാളം വിതരണം ചെയ്തു, രക്തം ധാരാളം ഒലിപ്പിച്ചു. അത് എത്രയായിരുന്നാലും അതിൽ ഗുണമുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിൽ എന്ത് വേണം? ആ ചെയ്യുന്ന കാര്യം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എന്നുള്ള ആ നിയത്ത് വേണം. ഇല്ലെങ്കിൽ ശരിയാവുകയില്ല. എത്ര രക്തമോ മാംസമോ അധികരിപ്പിച്ചിട്ട് കാര്യമില്ല. ആത്മാർത്ഥമായി ചെയ്യണം. ഞാനൊന്നുണ്ടാക്കി, ഞാൻ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയവനാണ് എന്നുള്ള പേരെനിക്ക് കിട്ടണം. ജനങ്ങളുടെ ഇടയിൽ ഒരു ഖബൂൽ ഉണ്ടാവണം എന്നുള്ള ആ നിലക്കാണെങ്കിൽ ഒരു കാര്യവും ഇല്ല. وَقَدِمْنَا إِلَى مَا عَمِلُوا مِنْ عَمَلٍ فَجَعَلْنَاهُ هَبَاءً مَنْثُورًا എന്ന് അല്ലാഹു പറയുന്നു. അങ്ങനെ ആത്മാർത്ഥതയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിലെത്തിയാൽ ധൂൾപ്പൊടികളാക്കി കളയോ. ധൂള് എങ്ങനെയുള്ള ധൂള്? വെയിൽ വരുമ്പോഴേക്ക് ആ വെയിലത്തിങ്ങനെ കളിക്കുന്നത് കാണും. അത് കയ്യിൽ പിടിച്ചാൽ കിട്ടൂല. ഇരുട്ടാ ആ വെയിൽ പോയാൽ കാണാനുമില്ല. അപ്പൊ ഒരു ഗുണവുമില്ലാത്തതാക്കി മാറ്റും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യും. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ കാവൽക്കട്ട ഹസ്രത്ത് മുഹമ്മദ് ഫാസിൽ റസ്വി എന്ന ആള്, അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇതുവരെ ഞാൻ കണ്ടത് വളരെ ഇഖ്ലാസോടുകൂടി മാത്രമേ ചെയ്യുന്നതായി ഞാൻ കണ്ടതാണ്. നിങ്ങളെങ്ങനെ കണ്ടിട്ടുണ്ട് എനിക്കറിയുകയില്ല. ഞാൻ മനസ്സിലാക്കിയത്, ഇതുവരെ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. നല്ല ആത്മാർത്ഥതയോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്നു. മാത്രമല്ല, ഉറച്ച ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസിയാണ് അദ്ദേഹം. അതാണ് നമ്മൾക്ക് വേണ്ടത്. അങ്ങനെ ചെയ്യണം. എന്താ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണത്. ഇസ്ലാം ദീൻ. ആ ഇസ്ലാം ദീനിനെ സംബന്ധിച്ചാണ് ഫാത്തിഹ സൂറത്തിൽ പറഞ്ഞത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന്. ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീം, നേർക്ക് നേരെ ഉള്ള വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. നേർക്ക് നേരെ ഉള്ള വഴിയത് അത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ ദീനാണ്. എന്നാൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ഈ ആയത്ത്, സിറാത്തുൽ മുസ്തഖീമിന് തഫ്സീറിന്റെ കിതാബുകളിൽ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ബാല്യബലിതിരിക്കുന്ന ഉലമാക്കൾ, താബിഈകൾ, സഹാബികൾ അല്ലാത്തിരിക്കുന്ന വലിയ വലിയ ഇമാമിങ്ങൾ തഫ്സീർ പറഞ്ഞ കൂട്ടത്തിൽ ഒരു തഫ്സീർ സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് ദീനുൽ ഇസ്ലാമാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് ജമാഅത്താണ്.
അല്ലാമ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല അൻഹു ഈ രണ്ട് തഫ്സീറുകളെയും എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നു. ഒരിടത്ത് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞു, മറ്റൊരിടത്ത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞു. ഇത് രണ്ടും രണ്ടായോ? ഇല്ല, അത് ഒന്ന് തന്നെയാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞതും സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ് രണ്ടും ഒന്നാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് യഥാർത്ഥ ദീനുൽ ഇസ്ലാമാണ്. എന്താ ദീനേത്? ദീനേതാണ്? അള്ളാന്റെ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. ഇത് മനസ്സിലാക്കണം. അള്ളാഹു ഖുർആൻ ഇറക്കി. ഖുർആൻ അള്ളാന്റെ കലാം. ഖുർആൻ ഇറക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറയുന്നു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. തങ്ങൾക്ക് ഖുർആൻ ഇറക്കി. എന്തിനാ നബിയെ കൊണ്ടിറക്കിയത്? അത് തങ്ങൾ ഖുർആനിനെ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടി, ഓതിക്കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, ഓതിയിട്ട് അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം ഖുർആൻ. എങ്ങനെയാ വ്യാഖ്യാനിക്കുക? അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഞാൻ ഈ പറയുന്ന വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പലരോട് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട്. അത് യഥാർത്ഥ ദീനുൽ ഇസ്ലാം എന്ത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് അത് എന്ത് എന്ന് ഞാൻ പറയാം. ഖുർആനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ? ഖുർആന്റെ വ്യാഖ്യാനം ഏതാ? അല്ലാഹ് തന്നെ പറഞ്ഞു ഖുർആനിൽ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹ് നിങ്ങൾ ജീവിത രീതിയാക്കേണ്ട കാര്യങ്ങൾ ഏത്? നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വാക്ക് എങ്ങനെയാവണം? എൻ്റെ പ്രവൃത്തി എങ്ങനെയാവണം? ഇത് എവിടെന്നാ പഠിക്കേണ്ടത്? അത് അള്ളാന്റെ നബിന്റെ ജീവിത രീതിയിൽ ഉണ്ട്. അല്ലാഹ് പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അള്ളാന്റെ റസൂല് നിങ്ങളോട് എന്ത് കൽപ്പിച്ചു അത് നിങ്ങൾ ചെയ്യണം. അള്ളാഹ് നബി എന്ത് വിരോധിക്കുന്നു അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലാഹ് പറയുന്നു, ഖുർആനിൽ പറഞ്ഞു. ഖുർആനിൽ പറഞ്ഞു അല്ലാഹ് നബി പറഞ്ഞത് ചെയ്യണം, വിരോധിച്ച് ചെയ്യരുത്. എങ്ങനെ? ഖുർആനിൽ പറഞ്ഞത് എന്നർത്ഥമല്ല. അല്ലാഹ് നബി പറഞ്ഞത് ചെയ്യണം, അല്ലാഹ് നബി വിരോധിച്ചത് ചെയ്യാൻ പാടില്ല. അല്ലാഹ് നബി എവിടെന്നാ പറയുന്നത്? മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹ് നബിന്റെ വാക്ക്, പ്രവൃത്തി, മൗനസമ്മതം മുഴുവനും അള്ളാഹിന്റെ വഹയാണ്. ഇതാണ് അള്ളാഹ് നബി ഖുർആനെ വ്യാഖ്യാനിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ. അള്ളാഹ് നബിന്റെ ജീവിത രീതി ഖുർആൻ. അള്ളാഹ് നബി എന്ത് ചെയ്തു? അത് ഖുർആന്റെ വ്യാഖ്യാനമാണ്. അള്ളാഹ് നബി എന്ത് പറഞ്ഞു? അത് ഖുർആന്റെ വ്യാഖ്യാനമാണ് എന്ന് പഠിപ്പിച്ചത് ഖുർആൻ തന്നെയാണ്. അപ്പോൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ നബിന്റെ ജീവിത രീതി. ആ ജീവിത രീതി ഏതാണ്? അത് ഖുർആൻ പറഞ്ഞത്. ഇതാണ് സുന്നത്ത്, ജീവിത രീതി. ഇതാണ് സുന്നത്ത്. അള്ളാഹ് നബിനെ കൂടാതെ ഖുർആൻ മനസ്സിലാക്കാൻ സാധ്യമല്ല. എൻ്റെ ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്നൊരു സഹാബി ഒരിക്കൽ ഒരു ഹദീസ് പറഞ്ഞു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിറത്തിൽ വെച്ച് ദോഷികൾക്ക് ശഫാഅത്ത് ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ഒരു ഹദീസ് പറഞ്ഞു. അപ്പൊ മജ്ലിസിലുണ്ടായ ഒരാള് എണിച്ചിന്ന് പറഞ്ഞു, അല്ല ഇമ്രാനെ,
യാ അബാ നുജൈഹിൻ, അബൂ നുജൈഹി എന്ന് ഒരു ബഹുമാനത്തിൻ്റെ ഒരു പേര് അവർക്കുണ്ടായിരുന്നു ഇമ്രാൻ ഇബ്നു ഹുസൈന്. അബൂ നുജൈഹ്, നിങ്ങൾ കുറേ കാര്യം പറയുന്നു, അതൊന്നും ഖുർആനിലില്ലല്ലോ. ഖുർആനിലില്ലാത്തത് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കും? ഖുർആനിൽ വേണ്ടേ? അപ്പൊ ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്നോട് ചോദിച്ചു, നീ ഖുർആൻ ഓതീന? ആ ഓതീന്, ഖുർആൻ ഓതീന്. എന്നാൽ ഖുർആനിൽ ളുഹർ നിസ്കാരം 4 റക്അത്ത് എന്ന് എവിടെയെങ്കിലും നിനക്ക് കാണിച്ചാൽ സാധിക്കുമോ? ഒരു റക്അത്തിൽ 2 സുജൂദ്, 1 റുകൂഅ് കാണിച്ചു തരാൻ കഴിയുമോ? അസ്ർ നിസ്കാരം 4 റക്അത്ത് എന്നുണ്ടോ ഖുർആനിൽ? മഗ്രിബ് 3, ഇശ 4, സുബഹി 2, ഇത് ഖുർആനിൽ എവിടെയെങ്കിലും നിനക്ക് പറഞ്ഞ് കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ നീ എവിടെ നിന്ന് പഠിച്ചു? മിണ്ടുന്നില്ല. ഇമ്രാൻ ഹുസൈൻ പറയുന്നു, ഞാനും എന്നെ പോലത്തെ അല്ലാഹു നബിന്റെ സഹാബികളും നിങ്ങൾക്ക് പഠിപ്പിച്ചതല്ലടോ. ഞങ്ങൾ അല്ലാഹു നബിന്റെ ഒക്കെ എന്ന് പഠിച്ചതല്ലേ. അല്ലാഹു നബി എങ്ങനെ പഠിപ്പിച്ചത്? ഖുർആനിൽ നിസ്കരിക്കുന്ന 4 റക്അത്ത്, അസ്ർ 4 റക്അത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലാഹു നബി നിസ്കരിച്ചിട്ട് അല്ലാഹു നബി സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് കണ്ട പോലെ നിങ്ങൾ നിസ്കരിക്കൂ, എന്റെ നിസ്കാരം എങ്ങനെ അതുപോലെ നിങ്ങൾ നിസ്കരിക്കൂ. അപ്പൊ അല്ലാഹു നബിന്റെ പ്രവൃത്തി, അല്ലാഹു നബിന്റെ വാക്ക്, അല്ലാഹു നബി വിശ്വസിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് അല്ലാഹു നബി മൗനമായി സമ്മതിച്ചു. ഇത് ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. ഇതാണ് ദീന്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഈ ഖുർആനിന്റെ വ്യാഖ്യാനം, അല്ലാഹു നബിന്റെ ജീവിത രീതി, അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്ത്. ആ സുന്നത്തിന് പരിപൂർണമായി സ്വീകരിച്ചവര് ആര്? മഹാന്മാരായ സഹാബാക്കളാണ്. അല്ലാഹു നബിന്റെ ഒക്കെ പഠിച്ചവര്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല, നമ്മളെ വാപ്പമാരും കണ്ടിട്ടില്ല, ഉപ്പാപ്പന്മാരും കണ്ടിട്ടില്ല. സഹാബികളാണ് കണ്ടത്. അവർ ഒരു മഹാകൂട്ടമാണ്. ലക്ഷക്കണക്കിന് സഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ സഹാബാക്കൾ ആണ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും, അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അങ്ങനെയാണ് ഹദീസ്. ഈ ഹദീസിന്റെ ലഫ്ദിന് ളഅഫുണ്ടെങ്കിലും ഈ മഅനാക്ക് ധാരാളം സഹിഹായ ഹദീസുകളുണ്ട്. അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബികൾ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെയാണ്. ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, സഹാബികൾ നിങ്ങൾ ആരോട് തുടർന്നാലും നിങ്ങൾ ഹിദായത്തിലായി. എന്താ? അല്ലാഹു നബി പറഞ്ഞ കാര്യങ്ങളാണ് അവർ പിൻഗാമികൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ സുന്നത്ത് അല്ലാഹു നബിന്റെ ജീവിത രീതി, അത് പഠിച്ച കൂട്ടം മഹാന്മാരായ സഹാബാക്കൾ, അത് ആ സുന്നത്ത് ജമാഅത്ത്. ഈ സുന്നത്ത് ജമാഅത്തിനെ തന്നെയാണ് നമ്മളെ ഇമാമിയങ്ങൾ ഇവിടെ മദ്ഹബുകളിൽ ഒരുമിച്ച് കൂട്ടി വെച്ചത്, ക്രോഡീകരിച്ച് വെച്ചത്. ലോകത്തിൽ നിന്നുള്ളത് കബൂലായ മദ്ഹബ്, സ്വീകരിക്കപ്പെടുന്ന മദ്ഹബ് 4 മാത്രം. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി, ഇങ്ങനെ 4 മദ്ഹബുകൾ. പണ്ട് കാലത്ത് കുറെ മദ്ഹബുകളൊക്കെ ഉണ്ടായിരുന്നു. സുഫിയാൻ സൗരിന്റെ, സുഫിയാൻ ഉയൈന, അത്താബ് നബി റബാഹി, അബ്ദുറഹ്മാൻ ലൗസാഇ, ഇതുപോലത്തെ ഇരിക്കണം. അത് ക്രോഡീകരിച്ചില്ല. എന്തുകൊണ്ട്? ഈ 4 മദ്ഹബ് ക്രോഡീകരിച്ചാൽ ആ മദ്ഹബുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ പെട്ടു. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ആവശ്യം ഇല്ല. ഈ 4 മദ്ഹബുകളാണ് സുന്നത്ത് ജമാഅത്ത്. ഇതിൻ്റെ പുറത്തുള്ളത് അത് സുന്നത്ത് ജമാഅത്ത് അല്ല. സുന്നത്ത് ജമാഅത്താണ് യഥാർത്ഥ ഇസ്ലാം ദീൻ. യഥാർത്ഥ ഇസ്ലാം ദീനാണ്. ഇത് പഠിക്കണം. നമ്മളെ ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. ഇത് ഇല്ലാതെ
ചില ആൾ പറയും ഞാൻ ഒരു മുസ്ലിം, ജനറൽ മുസ്ലിം. എന്താ മുസ്ലിം? നീ ഷാഫിയ, ഹംബലി, ഹംബലി, മാലിക്ക്, അല്ല അല്ല, ഒന്നും അല്ല. പിന്നെ സുന്നിയല്ല, പിന്നെ അത് വേറെ ഏതോ കുറെ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, അതാ. അതുമല്ല, ഞാനൊരു മുസ്ലിം. എന്ത് മുസ്ലിം? എന്ത് മുസ്ലിം? എൻ്റെ ഉസ്താദ് ഉണ്ടായിരുന്നു, വഫാത്തായി പോയി. ഇതും ഒരു ഉസ്താദാണ് ഇവിടെ ഇരിക്കുന്നത്, ആലമ്പാടി ഉസ്താദ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു ചർച്ച വന്നപ്പോൾ ഞാനൊരു മുസ്ലിം, എനിക്ക് മദ്ഹബില്ല, പിന്നെ സുന്നിയല്ല ബിന്നിയല്ല ഒന്നുമല്ല, ഇങ്ങനെ പറയുന്ന ആള് എന്ത് മുസ്ലിം? അവരോട് എന്ത് മുസ്ലിം? എന്ത് മുസ്ലിം? അല്ലെ പിന്നെന്താ പറയല്? മദ്ഹബില്ലെങ്കിൽ അൽ അഖ്ദു ബിളാഹിരിൽ കിതാബി വസ്സുന്നത്തി മിൻ ഉസൂലിൽ കുഫർ. ഇതാണ് നമ്മളെ തഫ്സീറിന്റെ കിതാബുകളിലൊക്കെ കാണാം. ഖുർആന് ഹദീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? ഹദീസ് ഉണ്ടോ, ഖുർആൻ ഉണ്ടോ? ആ ഹദീസ് ഇല്ലാതെ, ഖുർആൻ ഇല്ലാതെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങൾ പറഞ്ഞത് ഹദീസ് ഉണ്ടായിട്ട് ഖുർആൻ ഉണ്ടായിട്ടാണ് പറഞ്ഞത്. ഇപ്പം നമ്മളെ കുറെ ആളുകളും ചോദിക്കലുണ്ട്, ചിലപ്പോൾ ചെറിയൊരു മൊയിലാര ഡ്രസ്സും ഉണ്ടാവും. റജബ് 27 നോമ്പ് സുന്നത്ത് ഇല്ലല്ലോ, ഹദീസില്ല. ഹദീസില്ല അങ്ങനെ. ഓഹോ, നീ ആര്? ഷാഫി മാമ? ഹദീസ് കൊണ്ട് മസാല പറയാൻ? ഹദീസില്ല, ഹദീസില്ല, ഖുർആനില്ല. ഹദീസ് കൊണ്ടിട്ട് എല്ലാ മസലക്കും ഹദീസ് തേടിയിട്ട് നമ്മൾ പോയാൽ നമ്മ തോക്കും. നമ്മളെ ഇമാമിങ്ങൾ, മഹാന്മാര്, അവർ ഹദീസ് പഠിച്ചവരാണ്, അവർ ഖുർആൻ പഠിച്ചവരാണ്. അവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഉണ്ടോ? ഇല്ലേ? മെഹറാജിന്റെ നോമ്പുണ്ട് എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിലുണ്ട്. കുറെ അപ്പുറമൊന്നും പാണ്ട. ഫത്തുഹുൽ മുഈന്റെ ആശയ ആനത്തിലുണ്ട്, ബാജൂരിയിലുണ്ട്, ഇവിടൊക്കെ ഉണ്ട്. ഇതാണ് ഹദീസ് ഉണ്ടോ? ഹദീസ് ഉണ്ടോ? ഹദീസ് ഉണ്ടെങ്കിൽ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ നമ്മൾക്ക് അറിയുമോ? ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പുറമെയുള്ള ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന വസ്വാസുകളാണ്. വസ്വാസ്. ചില ആള് ചോദ്യം, അബൂബക്കർ സിദ്ദീഖ ബൽദ് അല്ല ഷാഫി ഇമാമ ബൽദ്? അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ നീ എന്താ പിന്നെ ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്നത്? എന്തിനത് അങ്ങനെ? 6 വലിയ 6 അബൂബക്കർ സിദ്ദീഖ് അല്ലേ ഷാഫി ഇമാമ? നീ എന്താ പിന്നെ ഷാഫി ഇമാം അബൂബക്കർ സിദ്ദീഖിനെ മദ്ഹബിനെ വിട്ടിട്ട് നീ ഷാഫി ഇമാമിനെ മദ്ഹബ് സ്വീകരിച്ചിരെന്തിനേ? നമുക്ക് അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു മദ്ഹബ് ഒരു ക്രോഡീകരിച്ച് വെച്ചത് കൊണ്ടുവരി ഉണ്ടാ? ഉമറുൽ ഖത്താബിന്റെ മദ്ഹബ് ഉണ്ടാ ഇവിടെ? അല്ല വേറെ ഏതെങ്കിലും സഹാബീന്റെ മദ്ഹബ് ഇവിടെ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുതൽക്ക് സർവ സഹാബാക്കളും ഖുർആനിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ ഹദീസിന്റെ വ്യാഖ്യാനം എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ മുജ്തഹിദുകളായ ഷാഫി ഇമാം, മാലിക് ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം അവർ അറിഞ്ഞവരാണ്. നമ്മളെ ഫത്തുഹുൽ മുഈനിൽ വരെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ ഒരു മുജ്തഹിദ് ആവണമെങ്കിൽ എന്ത് വേണം? ഖുർആനും ഹദീസും കുറെ ഉസൂലൊക്കെ അറിയലോട് കൂടെ അവർക്ക് മുമ്പ് വന്നിരിക്കുന്ന സർവ ഉലമാവും പറഞ്ഞിരിക്കുന്ന ഖൗലുകളെ, അവരുടെ അഭിപ്രായങ്ങളെ അറിഞ്ഞിട്ട് വേണം. അറിയാത്തവരുത്തരിക്ക് മുജ്തഹിദാവാൻ സാധ്യമല്ല. ആരിഫു ബിൽ കിതാബി വസുന്നത്തി എന്ന് പറഞ്ഞ് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് വാഖ്വാലിൽ ഉലമാഇ, അവർക്ക് മുൻഗാമികളായ ഉലമാക്കളായ സഹാബികൾ, താബിഈങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം ഒരാള് ഒരു മുജ്തഹിദ് ആവണമെങ്കിൽ, ഒരു മദ്ഹബിന്റെ ഇമാം ആവണമെങ്കിൽ. അതറിയാതെ സാധ്യമല്ല. ഷാഫി ഇമാമും ഹനഫി ഇമാമും
ഹംബലിയും മാലിക്കിയും ഇവരെല്ലാവരും സഹാബാക്കളുടെ എല്ലാ കൗലുകളും താബിഈങ്ങളുടെ കൗലുകളും അറിഞ്ഞവരാണ്. അറിഞ്ഞും കൊണ്ടാണ് അവരെ ഇജ്തിഹാദ് ചെയ്തിട്ട് ഈ മദ്ഹബിനെ അവർ ക്രോഡീകരിച്ചത്. അവരറിയാം, ഓ നീ വലിയ കണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ മദ്ഹബ്. പിന്നൊരു ചോദ്യം എന്ത്, ബുഖാരി ഇമാമിനെയാ സ്വീകരിക്കുന്നത് അല്ല ഷാഫി ഇമാമിനെ? അള്ളാഹ് നബിന്റെ ഹദീസാ സ്വീകരിക്കുന്നത് ഷാഫി ഇമാമിനെയാ? അപ്പൊ മറുപടി എന്തായിരിക്കും? വിവരമില്ലാത്തവന്റെ അള്ളാഹ് നബിന്റെ ഹദീസ് ഷാഫി ഇമാമിനെ സ്വീകരിക്കുന്നില്ല. അപ്പൊ അള്ളാഹ് നബിന്റെ ഹദീസിന്റെ ഏടുണ്ട്? ബുഖാരിയിലുണ്ട്, അല്ല മുസ്ലിമിലുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ബുഖാരിയിലുള്ള ഹദീസ് ഒരുമിച്ച് കൂട്ടിയ ആള് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു, മുസ്ലിമിലുള്ള ഹദീസ് മുസ്ലിം ഹജ്ജാജ് നൈസാബൂരി ഒരുമിച്ച് കൂട്ടിയ ഈ കിതാബിന്റെ രണ്ടാളുകളും അതിന്റെ രചയിതാക്കൾ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം രണ്ടാളും ഷാഫി മദ്ഹബ് സ്വീകരിച്ചവരാണ്. ഷാഫി ഇമാമിന്റെ മദ്ഹബിനോട് ഒരു ഹദീസ് എതിര് ആണെങ്കിൽ അത് ബുഖാരിക്ക് അറിയില്ലേ, മുസ്ലിമിന് അറിയില്ലേ? ഹദീസ് അങ്ങനെ എതിരായിട്ടുണ്ടെങ്കിൽ പിന്നെന്തിന് ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് സ്വീകരിച്ചു? ചില ആളുകൾ കുറെ സംശയങ്ങളൊക്കെ എന്നോട് ഉന്നയിച്ചു. ഇവിടെ വന്നതിന് ശേഷവും അല്ലാത്തപ്പോഴും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം മദ്ഹബ് സ്വീകരിക്കാത്തവൻ, ഞാനൊരു മുസ്ലിം, മദ്ഹബ് സ്വീകരിക്കാത്തവൻ ഒരു യഥാർത്ഥ മുസ്ലിം അല്ല. പിന്നെ പോക്ക് അവരെ നമ്മൾ കുഫ്രിയത്തിൽ എന്ന് പറയുന്നില്ലെങ്കിലും കുഫ്രിയത്തിലേക്കുള്ളൊരു വഴിയാകും, അവസാനം പോയി എത്തും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതിരിക്കുന്ന വിഷയമാണ്. ഞാൻ നീട്ടുന്നില്ല. കുറേ ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുണ്ട്, തങ്ങളുണ്ട്, മിനിസ്റ്ററുണ്ട്, വേറെയും കുറേ ഉലമാക്കളുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാനിങ്ങനെ 2-3 ദിവസങ്ങളായി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ വന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ സംശയത്തിന് മറുപടി പറയാതെ ഞാൻ ഇവിടെ ഈ ദമാമിലേക്ക് വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ പണ്ട് കൂറ ഹജ്ജിന് പോയ പോലെ ആയിപ്പോ. കൂറ പാന്ത ഉണ്ടല്ലേ, പാന്ത നിങ്ങൾ ഔത്തല്ലേക്കിടെ, അത് ഹജ്ജിക്ക് പോയിട്ട് പോള. എങ്ങനെ പോയിടേ? അത് വേറെ ആൾ പോകുമ്പോൾ പെട്ടി കൊണ്ടുപോകുന്നത്, ആ പെട്ടിയുടെ ഉൾക്കതച്ചിരത് ആ ബസറായത്തേക്ക് പോയിട്ട് ಇದಕ್ಕೆ ಹಜ್ ಅಂದರೆ ಉಮ್ರ ಅಂದರೆ ಗೊತ್ತುಂಡ ಪಾಂತಾಚಾರಿಂದ ಬಿಳ್ಚಂಗಾವಾದ್ರೆ ഇതുപോലത്തെ വിഷയാവും. എന്താ ഈ ജാതി വിഷയങ്ങൾ ഈ ചവിട്ടിൽ കേട്ട് ഇതിനൊക്കെ സമ്മതിച്ചിട്ട് സമയന തേനോ അന്തടോ അന്ത് ബസവണ്ണ അന്ത് എനിച്ചപ്പണല്ലോ ശരി. ഇങ്ങനെ ഞാൻ പോയാൽ എന്നെ അള്ളാഹു വിടുമോ? അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ചോദ്യങ്ങൾ ഇന്നും ചില ആൾ ചോദിച്ചു, ഔലിയാക്കളുടെ മക്ബറകളിലേക്ക് നേർച്ച കൊടുക്കുന്നത്, അവിടെ തുണി വിരിക്കുന്നത്, അതൊന്നും ഇല്ല അറിയിട്ട് ഇല്ല എന്ന് പറയുന്നത് തീരുമാനം കൊടുത്ത പിന്നെ ഞാൻ എന്ത് പറയേണ്ടത് ചോദിച്ചു. ഞാൻ അങ്ങനെയാണ് ചോദിച്ചത്. ഔലിയാക്കളെ മക്ബറയിൽ തുണി വിരിക്കൽ, അവിടെ സിയാറത്ത് തീരും, ഇതൊന്നും ഇല്ല, ഞാൻ എന്താക്കണം? അല്ല ഇല്ലല്ലേ, ഇല്ല നിന്റെ തീരുമാനമാണ്, പിന്നെ ഞാൻ എന്ത് പറയണ്ടേ? നീ തീരുമാനാക്കിയിട്ട് വന്നാൽ ഇല്ല. ഇത് ദീൻ ഇസ്ലാമിനെ പറ്റി ശരിക്കും പഠിക്കാതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഉലമാക്കൾ നേതൃത്വം നൽകുന്നിരിക്കുന്ന സ്ഥാപനങ്ങളും മറ്റൊക്കെ ഒന്നാമതായി ഇവിടെ സ്ഥാനം നൽകേണ്ടത് ശറഈയായ ഇൽമിനാണ്. ഈ ശറഈയായ ഇൽമ് പഠിച്ച് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഭൗതികവും കുറച്ചൊക്കെ വേണം, തീരെ വേണ്ട എന്നർത്ഥമല്ല. ഇത് മറന്നുകൊണ്ട് ഖുർആനിന്റെ വ്യാഖ്യാനമായ ഹദീസും അതിന്റെ വ്യാഖ്യാനമാണ് ഇമാമിങ്ങൾ പറയുന്നത്. അത് സ്വീകരിക്കാതെ, അത് പഠിക്കാതെ ഇവിടെ ദുനിയാവ് മാത്രം പഠിച്ചാൽ ദീൻ ഉണ്ടാവുമോ?
ദീൻ ഉണ്ടാവും നമ്മളെ അവസ്ഥ എന്താകും? അല്ലാഹു നബി പറഞ്ഞു, കുന്തു നഹൈതുക്കും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ. സഹീഹായ ഹദീസാണ്. എനിക്ക് ഹദീസ് പഠിപ്പിച്ച ഉസ്താദും ഇതാ ഇവിടെയുണ്ട്. കുന്തു നഹൈതുക്കും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പല കാര്യങ്ങളും നിരോധിക്കപ്പെട്ടിരുന്നു, വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതിൽപ്പെട്ടതാണ് സിയാറത്ത്, ഖബർ സിയാറത്ത് വേണ്ട എന്നത്. പിന്നീട് എന്ത് ചെയ്തു? അല്ലാഹു നബി ഫസൂറുഹാ, ഖബർ സിയാറത്ത് ചെയ്തോളൂ, ഖബർ സിയാറത്ത് ചെയ്തോളൂ. അതിന് അവധിയില്ല. പല ആളും പലതും ചോദിച്ചിട്ടാകുമ്പോഴേക്ക് പറയാനും കിട്ടുന്നു. ഈ ഹദീസ് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ ചോദ്യോത്തരമുണ്ട് തന്നെ. ഞങ്ങൾ ചോദ്യോത്തരത്തിന്റെ സമയത്ത് ഒരാൾ ചോദിച്ചു, ഫസൂറുഹ, നിങ്ങൾ സിയാറത്ത് ചെയ്യൂ എന്ന് അല്ലാഹു നബി പറഞ്ഞില്ലേ, അതിൻ്റെ അവധി എത്രത്തോളം, എത്ര കാലം ഉണ്ടത്, എത്ര വർഷ, അല്ലെങ്കിൽ എത്ര തിങ്കൾ, എത്ര നാള്, എത്ര ഗണ്ട, ഇങ്ങനെ ആയിട്ട് ഇത് പ്രശ്നം. അല്ലാഹു നബി പറഞ്ഞത്, അല്ലാഹു പറഞ്ഞ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ. സിയാറത്തിനെ പറ്റി ഒരുപാട് വിവരിക്കാനുണ്ട്. അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ ആദരിക്കൽ, അവരെ വഫാത്തിന് ശേഷവും വഫാത്തിന്റെ സവാഉം വമമാതുഹും. ഒരു മുഅ്മിൻ മരിച്ചാൽ എവിടെയെങ്കിലും പൊട്ടക്കിണറിൽ കൊണ്ടുപോയി ഇടൽ അല്ല. മുഅ്മിനെ ബഹുമാനിക്കണം, അവനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, അവനെ നല്ലൊരു കബറുണ്ടാക്കി മറമാടണം. ആ കബറിന്റെ മേലെ കാഷ്ടിക്കാനോ മുദ്രിക്കാനോ പാടുള്ളതല്ല. ഇത് സാധാരണക്കാരായ മുഅ്മിനുകൾ. വലിയ ബഹുമാനിക്കപ്പെടുന്നവരാണെങ്കിലോ അതിന് ബർക്കത്തുണ്ട്, അതിനെ ബഹുമാനിച്ച് അതിൽ തുണിവിരിക്കലുണ്ട്, എല്ലാം ഉണ്ട്. കിതാബുകളിലും തഫ്സീറിന്റെ കിതാബുകളിലും അല്ലാത്ത കിതാബുകളിലും കാണാം അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ മക്ബറിന്റെ മേൽ തുണി വിരിച്ച് അതിനെ ആദരിക്കുന്ന ബഹുമാനമാണ്, ബഹുമാനമാണ്. തഫ്സീർ റൂഹുൽ ബയാൻ ഇതുപോലത്തെ ഇരിക്കുന്ന തഫ്സീറുകളിലൊക്കെ കാണാം അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ ഖബറിന്റെ മേലെ തുണി വിരിക്കുന്നതും. അതുപോലെ അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ സദഖ, ആ സദഖ ചെയ്താൽ ആ സദഖനെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പള്ളിന്റെ നടത്തിപ്പിന്, അല്ലെങ്കിൽ മദ്രസയുടെ, അല്ലെങ്കിൽ യതീംഖാനന്റെ നടത്തിപ്പിന്, അല്ലെങ്കിൽ പാപങ്ങൾക്ക് ദാനം ചെയ്യുക. അത് ഓരോ നാട്ടിലുള്ള നടപ്പ് പോലെയാണ്. ആ നേർച്ചയാക്കിയാൽ അവിടെ എന്ത് ചെയ്യും? അവർക്ക് സദഖ ചെയ്യും. അങ്ങനെ നേർച്ചയാക്കിയാൽ ആ നേർച്ച കൊടുക്കൽ ഉജൂബ് തന്നെയാണ്. എന്തെല്ലാമുണ്ട് നമ്മളെ ഇമാമിങ്ങളുടെ ചരിത്രങ്ങളിലൊക്കെ കാണാം. പല ഇമാമിങ്ങളുടെയും എന്താ അവർ നേർച്ചയാക്കിയത്, പിന്നെ അവരെ തടിന്റെ കനം എത്രയാണ്, തടിനെ തൂക്കുക, തടിനെ തൂക്കിയിട്ട് അവരെന്ത് ചെയ്യുക, അരിയോ ഗോതമ്പോ എന്തോ സദഖ ചെയ്യുക. ഇതെന്തൊരു കണക്ക്! അത് അങ്ങനെ ഉണ്ട്, തടിനെ തൂക്കിയിട്ട് കൊടുക്കൽ. അതുപോലെ കൈൻ്റെയോ കാലിൻ്റെയോ കണ്ണിൻ്റെയോ രൂപമുണ്ടാക്കി കൊടുക്കുക. ഒരു പൂർണ്ണമായ മനുഷ്യന്റെ രൂപമുണ്ടാക്കി കൊടുക്കാൻ പാടില്ല. റൂഹ് നിൽക്കുന്ന നിലക്കുള്ള ഒരു രൂപമുണ്ടാക്കാൻ പാടില്ല. അല്ലാത്ത കാലോ കയ്യോ മൂക്കോ മറ്റോ ആക്കിയാൽ അത് എന്തുകൊണ്ടുണ്ടാക്കി, ചെമ്പ് കൊണ്ടോ വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ, അത് വിറ്റാൽ പൈസ കിട്ടും. ആ പൈസ ആ മക്ബറയിൽ നിന്ന് ഏത് ഭാഗത്താണ് അവിടെ ചെലവിൽ നടപ്പിലുള്ളത് ആ ഭാഗത്തേക്ക് ചെലവ് ചെയ്യണം. ഇതൊക്കെ കിതാബിലുണ്ട്. ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാം, ഓരോന്ന് ചിന്തയിൽ വന്നതെല്ലാം പറയാ. അപ്പൊ ഇവിടെ ദീന് ഒന്നല്ല, കോടിക്കണക്കിന് ദീനുണ്ടാവും. എന്താ, കോടിക്കണക്കിന് ആളുകൾ ചിന്തിച്ചാൽ കോടിക്കണക്കിന് എന്താവും ഇവിടെ. ഓരോരുത്തൻ്റെതും മതമായി സ്വീകരിച്ച മതം ഉണ്ടാവും. അതുകൊണ്ട് ശരിക്കും നമ്മൾ സുന്നത്ത് ജമാഅത്ത് പഠിക്കുക. അങ്ങനെ സുന്നത്ത് ജമാഅത്തിൽ വറത്തി വിശ്വസിക്കുന്ന ഒരാളാണ് മുഹമ്മദ് ഫാസിൽ റിസ്വി. അദ്ദേഹം ഒരു സ്ഥാപനം
നല്ല സുന്നത്തിയമായത്ത് പഠിപ്പിക്കാൻ, പാപങ്ങളെ സഹായിക്കാൻ, അതൊക്കെ സുന്നത്തിയമായ തന്നെയാണ്. ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും അതിനോട് സഹകരിക്കുക. എങ്ങനെ സഹകരിക്കുക എനിക്കറിയാം, അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി. ഇത്ര പൈസ കൊടുത്ത് അല്ലെങ്കിൽ വേറെന്ത് ചെയ്യണം അതെനിക്ക് പറയാൻ അറിയില്ല. സഹായിക്കണം, അതിന് ആ കാര്യം അതിനെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് ഈ അവസരം നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് സംശയങ്ങൾ ഞാൻ ഇവിടെ വന്ന് 2-3 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഒരു 15 ദിവസം വന്നിട്ട് ഇരുന്നാൽ ഒരു ചോദ്യത്തിൻ്റെ സംശയത്തിൻ്റെ ലോഡ് തന്നെ വരും. അതിനൊക്കെ മറുപടി പറയാൻ താല്പര്യവുമുണ്ട്. ഈ അവസരം അതിന് പറ്റിയതല്ല. ഒരുപാട് ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് ഇത്ര പറഞ്ഞും കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ മറ്റൊരവസരം സംശയങ്ങൾക്ക് മറുപടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സത്യം മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.